ഇ ഡി ഉദ്യോഗസ്ഥർ പ്രതിയായ കൈക്കൂലി കേസിൽ ശക്തമായ അന്വേഷണത്തിലേക്ക് വിജിലൻസ് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ആരോപണ വിധേയനായ ശേഖർ കുമാർ മുൻകൂർ ജാമ്യം തേടിയേക്കും എന്ന് കേൾക്കുന്നു. അതേസമയം തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകൾ, പ്രതികളായവരുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. അങ്ങനെ സമഗ്രമായ അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടക്കുന്നു. കൊച്ചിയിൽ നിന്ന് തിയോഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. തിയോഫിൻ, സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോവുകയാണ് വിജിലൻസ്. ഇവരുടെ ഈ അറസ്റ്റിലായ പ്രതികളുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതോടൊപ്പം തന്നെ അറസ്റ്റ് ഭയന്ന്, അതല്ലെങ്കിൽ മറ്റു നടപടികൾ ഭയന്ന് ആരോപണ വിധേയനായ ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ മുൻകൂർ ജാമ്യം തേടിയേക്കും എന്ന തരത്തിലുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അതേസമയം തന്നെ ഇ ഡിയുടെ തന്ന പേരിൽ ഒരു ന്യായീകരണ കുറിപ്പും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഈ അന്വേഷണം, വിജിലൻസ് ശക്തമായ അന്വേഷണം ഉദ്യോഗസ്ഥർക്കെതിരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ ഒരു ന്യായീകരണ കുറിപ്പുമായി ഇ ഡി രംഗത്തെത്തിയിരിക്കുന്നത്. ആ കുറിപ്പിനെ കുറിച്ച് പറയും മുമ്പ് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. ഈ കഴിഞ്ഞ ദിവസം ഇ ഡിയുടെ ഏജന്റുമാർ ഉൾപ്പെടെ 3 പേർ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും അതോടൊപ്പം മറ്റു 2 പേരും, അങ്ങനെ 3 പേർ കസ്റ്റഡിയിലായതോടുകൂടിയാണ് ഇ ഡി ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമായത്. ഇതിൽ പ്രധാന പ്രതിയായ ഇ ഡി ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ നിന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം ഇ ഡി അത് വിജിലൻസ് വേഗത്തിലാക്കിയിട്ടുണ്ട്. കാരണം ഇ ഡി ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അത് വേഗത്തിലാക്കിയിട്ട് ഇയാളെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് വിജിലൻസ് സംഘം. അതോടൊപ്പം തന്നെ വിജിലൻസിന് കൂടുതൽ പരാതികളും ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട പേരിൽ ലഭിക്കുന്നുണ്ട്. കൂടുതൽ കൈക്കൂലി ആവശ്യപ്പെട്ടതായി പല വ്യാപാരികളോട് ഉൾപ്പെടെ വ്യവസായികളോട് കൈക്കൂലികൾ ആവശ്യപ്പെട്ടതായുള്ള പരാതികൾ വരുന്നുണ്ട്. ഇതിനിടയിലാണ് നേരത്തെ പരാതി നൽകിയ അനൂപിനെതിരെ ന്യായീകരണവുമായി ഈ രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ പറയുന്നത് അനൂപിനെതിരെ തങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടെന്നും അനൂപ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി മാധ്യമ വിചാരണ നടത്താനുള്ള ഒരു നീക്കമാണ് അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ന്യായീകരണ കുറിപ്പ് ചില മാധ്യമങ്ങൾക്ക് മാത്രമാണ് ലഭിച്ചത്. തന്നെയുമല്ല, ഈ കുറിപ്പിൽ ആധികാരികമാണ്, ഇ ഡിയുടെ ഒരു ആധികാരിക രേഖയാണ്, ഇ ഡിയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള യാതൊരു സൂചനകളും ഇതിലില്ല. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ശക്തമായ നടപടികളിലേക്ക് വിജിലൻസ് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ തിയോഫിൻ കൊച്ചിയിൽ നിന്ന് നൽകിയത്.